ഇപ്പം നമ്മൾ എവിടെയാണ് പോകുന്നത്? നമ്മൾ നേരെ പോണത് മെഡിക്കൽ കോളേജിലാണ്. അവിടെ എന്താണ് ഇന്നത്തെ പരിപാടി? നമുക്ക് ചെറിയൊരു സംഘടനയുണ്ട്, സേവ് ലൈഫ് എന്ന് പറയും. ഒരു 9 വർഷമായിട്ട് അതിലൊരു ചെറിയൊരു പ്രവർത്തനമാണ്. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആശംസ എന്ന് പറഞ്ഞൊരു പയ്യുണ്ട്. അവൻ ഒരു 4 വർഷം മുമ്പ് മരിച്ചു, നമ്മളെ വിട്ടുപോയി. അപ്പം അവൻ്റെ ഒരു ഇതായിട്ട് കഴിഞ്ഞ 4 വർഷം കൊണ്ട് നമ്മളിങ്ങനെ ഒരു ചെറിയൊരു രാവിലെ കാപ്പിയൊക്കെ കൊടുക്കുന്ന പരിപാടിയുണ്ട്. പക്ഷേ അതൊരു ആശംസന് വേണ്ടി നമ്മൾ ചെയ്യണ ഒരു ചെറിയൊരു ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയാം. അതിനാണ് നമ്മളിപ്പോൾ പോണത്. അപ്പോൾ ചേട്ടാ, ഈ സേവ് ലൈഫ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറയാം. സേവ് ലൈഫ് എന്ന് പറയുന്നത് ഒരു ബ്ലഡ് ഡൊണേഷൻ ചാരിറ്റി സംഘടനയാണ്. അതിൽ പാവപ്പെട്ട കുറേ നമ്മളെ പോലുള്ള എന്തായിരുന്നു പറയണം, അന്നുള്ള ഭക്ഷണത്തിന് വേണ്ടി ജോലി ചെയ്യണ കുറേ പയ്യന്മാരാണുള്ളത്. അതിൽ പണക്കാരങ്ങനെ ഒന്നുമില്ല. അങ്ങനെയുള്ള കുറച്ച് പയ്യന്മാർ നടത്തണ ഒരു ചെറിയൊരു സംഘടനയാണ്. നമ്മളെ കൊണ്ട് പറ്റാമെന്നുള്ളത് നമ്മൾ എല്ലാ മാസവും ചെയ്യുന്നുണ്ട്. ഒരു 2016 തുടങ്ങിയ ചാരിറ്റി സംഘടനയാണ്. അതിൽ രജിസ്ട്രേഷനൊക്കെ ആയത് ഒരു 2017 ആയപ്പോഴത്തേക്ക് രജിസ്റ്റർ ചെയ്ത്. ഇപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മളെല്ലാവരും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ എല്ലാ മാസവും നമുക്ക് ഒരു ചെറിയൊരു പരിപാടിയുണ്ട്, സഹായ കൈനീട്ടം എന്ന് പറയും. അതിൽ ഒരു പാവപ്പെട്ട അർഹതപ്പെട്ടവർക്ക് ഒരു 2 മാസത്തേക്കുള്ള ആഹാരത്തിനുള്ള സാധനങ്ങൾ നമ്മളെല്ലാവരും കൂടെ കളക്ട് ചെയ്ത് അവരെ കൊണ്ട് കൊടുക്കും. അവർക്ക് ചിലപ്പോൾ മക്കൾ കാണത്തില്ല, ചിലപ്പോൾ അവർക്ക് ജോലി ചെയ്ത് പിന്നെ അന്നേക്കുള്ള ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അങ്ങനെയുള്ളവർക്കാണ്. അല്ലാതെ ജോലി ചെയ്യാൻ ത്രാണിയുള്ളവർക്ക് നമ്മൾ ഇതുവരെ ഒന്നും അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടില്ല. ഒന്നിനും പറ്റാത്തവർക്കാണ് നമ്മളിങ്ങനെ കണ്ടുപിടിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു 10-65 അങ്ങോട്ടായെന്ന് തോന്നണം. എൻ്റെ കണക്ക് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഇതിന്റെ പേജൊക്കെ ഉണ്ടല്ലോ. ഫേസ്ബുക്കിൽ സേവ് ലൈഫിൻ്റെ ഫേസ്ബുക്കിൽ സേവ് ലൈഫിന്റെ പേജസ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജ് എത്തി ഗായ്സ്. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് രാവിലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ പോവുകയാണ്. ഇവിടെയാണ് കേട്ടോ ഗായ്സ് ഞങ്ങൾ ആദ്യം ഫുഡൊക്കെ കൊടുക്കാമെന്ന് കരുതിയത്. പിന്നെ ഒരു വലിയൊരു മഴ വന്നു. അങ്ങനെ ഞങ്ങൾക്ക് പ്ലേസ് മാറ്റേണ്ടി വന്നു ഫുഡ് കൊടുക്കേണ്ട. ഇതാണ് ഗായ്സ് നമ്മുടെ സേവ് ലൈഫ് ബ്ലഡ് ഡൊണേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ലൊക്കേറ്റഡ് ഇൻ ട്രിവാൻഡ്രം. ഇതിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് ഗായ്സ്. അപ്പോൾ അവരാൽ കഴിയുന്നത് അവർ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബ്രദർ ആശംസ്. ഈ ആശംസ് ചേട്ടന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി തുടങ്ങിയതും അത് വളരെ സക്സസ് ആയിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നിങ്ങളെല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഗായ്സ്. ഞങ്ങളെല്ലാവരും ഫുഡ് വരാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ ഫുഡൊക്കെ വന്നു കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഇതിലെ മെമ്പേഴ്സ് തന്നെ ഫുഡെല്ലാം കൊണ്ടുവന്ന് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല പൗരന്മാരെയാണ് നമ്മുടെ ഈ സമൂഹത്തിന് ഇന്ന് ആവശ്യം ഗായ്സ്. അതിനൊരു ഉത്തമ തെളിവാണ് ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിലെ ഓരോ ക്രൂ മെമ്പേഴ്സും. ഓരോരുത്തരെയും നമ്മൾ അഭിനന്ദിച്ചാലേ മതിയാവുകയുള്ളൂ. അവരാൽ കഴിയുന്നത് അത്ര ആത്മാർത്ഥതയോടെയാണ് ഓരോ മെമ്പേഴ്സും ഈ ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്.
തീർച്ചയായും ഇനിയും ഇതിൽ ഒരുപാട് ചാരിറ്റബിൾ വർക്ക്സ് നടക്കുമ്പോൾ പങ്കെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പങ്കെടുക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. ഈവൻ ഫുഡ് മാത്രമല്ല ഇവർ കൊടുക്കുന്നത്, ബ്ലഡ്, പ്ലേറ്റ്ലെറ്റ്സ്, അങ്ങനെയുള്ള എന്താവശ്യം ബ്ലഡ് ഡൊണേഷൻ്റെ ഏത് ഭാഗമായിട്ടുള്ള കാര്യങ്ങളിലും ഇവരെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇവരാണ് ഗൈസ് ഇതിലെ ക്രൂ മെമ്പേഴ്സ്. ഇവർ മാത്രമല്ല കേട്ടോ, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗൾഫിലായാലും ഒരുപാട് ആളുകളുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുണ്ട്. കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഇത് വളരെ വിജയകരമായിട്ട് ഇവർ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി തുടർന്നും ഇതുപോലെ തന്നെ വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളുടെ ഏവരുടെയും ആശംസകൾ നിങ്ങൾക്ക് നേർന്നുകൊള്ളുന്നു ഗൈസ്. അപ്പോൾ ഗായ്സ്, നമ്മുടെ സേവ് ലൈഫിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം നല്ല അതിഗംഭീരമായിട്ട് തന്നെ കഴിഞ്ഞു. ഫുഡൊക്കെ സെർവ് ചെയ്തു, ഒരുപാട് ആളുകളൊക്കെ വന്ന് വാങ്ങിച്ചു. അപ്പോൾ നിങ്ങൾക്ക് അതായത് ഈ ബ്ലഡിൻ്റെ കാര്യമായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ചാരിറ്റിയുടെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കുന്ന ലിങ്കിൽ നിങ്ങൾക്ക് കയറി സെർച്ച് ചെയ്തിട്ട് അവരുടെ അടുത്ത് അറിയിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു. മറ്റൊരു പുതിയ വ്ളോഗുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗായ്സ്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.